ഏകദേശം 9 ലക്ഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്ത നെറ്റ് എക്സാം ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു കൺസേണും ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ മിനിസ്ട്രി ക്യാൻസൽ ചെയ്ത ന്യൂസ് ഇന്നലെ മീഡിയാസിലൂടെ അറിഞ്ഞു. ഈ ഒരു വിഷയത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സത്യത്തില്. എക്സാം എഴുതിയവർ മാത്രമല്ല, എഴുതാത്ത നമ്മളെ പോലത്തെ ആളുകളും എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു അന്വേഷണമോ ഒരു കാര്യം ഒരു കൺസേൺ ഒന്നും ഇല്ലാതാണ് ഈ ഒരു വിഷയം നടന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ കാതലായിട്ട് എന്താണ് സംഭവിച്ചത്, ആരൊക്കെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്, ഇതിന്റെ ഒരു ഭാവി എന്തായിരിക്കും തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് നൗഫൽ സാർ? ഈ നീറ്റ് എക്സാം പോലെ തന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ സ്കാം പോലത്തെ കാര്യങ്ങളോ ക്വസ്റ്റ്യൻ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇനി അതല്ല വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു 9 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതിയ ഒരു എക്സാം ഒരു സുപ്രഭാതത്തിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടതാണോ? എന്താണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം? ആക്ച്വലി എന്ത് സംഭവിച്ചു വെച്ചാല്, നമ്മളെ എക്സാമിനേഷൻ നടക്കുന്നത് 18-ാം തീയതി, ജൂൺ 18-ാം തീയതി എക്സാം. അതിന് നേരെ നെക്സ്റ്റ് ഡേ 19th എക്സാം ക്യാൻസൽ ചെയ്തു. അതായത് നേരെ വിളിക്കുന്നതിന് മുമ്പ് ക്യാൻസലേഷൻ ആണ്. അതെ. അപ്പൊ അവിടെ ഉള്ളൊരു പ്രശ്നം വെച്ചാല്, നോർമലി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സാം എഴുതി വീട്ടിലെത്തി ആൻസർ കീ ചെക്ക് ചെയ്തുകൊണ്ട് അവർക്ക് എക്സാമിന് ശേഷം ഉണ്ടാകുന്ന സ്ട്രെസ് ഒക്കെ റിലീഫ് ചെയ്ത് അവരുടെ ആൻസേഴ്സ് കൃത്യമാണോ എന്നൊക്കെ നോക്കി ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്തിന്റെ ഒരു ടൈം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ക്യാൻസൽ ചെയ്ത് പറഞ്ഞിട്ടൊരു ഒരു സംഭവം ന്യൂസ് ആകെ സ്പ്രെഡ് ആവാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നോർമലി ഇപ്പൊ നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു ക്യാൻസലേഷൻ ഒക്കെ നോർമലി നടക്കുമ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് കൺസേൺസ് അങ്ങോട്ട് വന്നതിന് ശേഷം അതിൽ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് നമ്മളൊക്കെ വന്നതിന് ശേഷം ആണ് നോർമലി ഇത്തരം ക്യാൻസലേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ അതിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ ഒരു 18-ാം തീയതി എക്സാം നടക്കുന്നു, നേരെ പിറ്റേ ദിവസം തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ഈവൻ അവിടെ നമ്മളിപ്പോ NTA സൈറ്റ് അറ്റ് പ്രസന്റ് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന സംഭവം, ഏറ്റവും അവസാനമായിട്ട് അവരിട്ട പ്രസ് റിലീസ് എന്ന് പറഞ്ഞാൽ പ്രസ് റിലീസ് ഫോർ സക്സസ്ഫുൾ കണ്ടക്ട് ഓഫ് UGC NET എക്സാമിനേഷനിലാണ്. അതായത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് NTA ഭാഗത്ത്. എക്സാം കണ്ടക്ട് ചെയ്ത ബോർഡിന്റെ ഭാഗത്ത് ഇതുവരെ ഒരു ക്യാൻസലേഷൻ എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല. അതുപോലെ ഒരു സംഭവം പുറത്തു വന്നിട്ടില്ല. നമുക്ക് ഇതുവരെ NTA ബന്ധപ്പെട്ട് ഇപ്പൊ UGC NET ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും അവരിൽ നിന്ന് തന്നെയാണ് കൃത്യമായിട്ട് വരാറുള്ളത്. പെട്ടെന്ന് എക്സാം കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വരികയാണ്, എന്ത് ഇറ്റ്സ് ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് an issue എന്ന് പറഞ്ഞിട്ട് അവർ കൃത്യമായിട്ടൊരു ഇഷ്യൂ എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് റേസ് ചെയ്യുന്നില്ല. ഇഷ്യൂസ് ഉണ്ട്, ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഇവിടെ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് പുറത്തേക്ക് പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ നിലവിൽ നമ്മളെ ഈ NTA ഒഫീഷ്യൽ ലാസ്റ്റ് വന്ന ഇതിനകത്ത് പറയുന്ന പ്രകാരം 11,21,000 ആളുകൾ ഈ എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എക്സാം എഴുതിയ ആളുകൾ 9,08,580 എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ എക്സാം എഴുതിയിട്ടുണ്ട്. അത്രയും കുട്ടികളുടെ സമയം അല്ലെ അതിനു വേണ്ടിയിട്ട് അല്ലാത്ത രൂപത്തിൽ ചെലവഴിക്കപ്പെട്ടിട്ടുള്ള ചെലവുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മുടെ മുന്നിൽ. ബിക്കോസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ഡിസ്റ്റൻസിൽ എക്സാം സെന്റർ കിട്ടിയിട്ടുണ്ടാവും. അതെ. സത്യത്തില് ഇത് കുട്ടികളുടെ ഒരു ഭാവിയെ അല്ലെങ്കിൽ അവരുടെ ഒരു മനോഗതി ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? കരിയറിനെയും സൈക്കോളജിക്കലി കുട്ടികളുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ വളരെ ഡള്ളായിട്ട് നിൽക്കുന്ന അവസ്ഥ. കാരണം 6 മാസം വളരെ കൃത്യമായിട്ട് ഇതിനു വേണ്ടി തീവ്രമായിട്ട് പഠിച്ച കുട്ടികളുണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ച കുട്ടികളെ നമുക്കറിയാം. അപ്പോൾ അത്രയും തീവ്രമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഒരു ഹോളിഡേ വരുന്നു, ആ ഹോളിഡേക്ക് പിറ്റത്തെ ദിവസമാണ് ആക്ച്വലി എക്സാം നടക്കുന്നത്. ഒരു ഈദ് ഹോളിഡേ, അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്കി ഒരു എലമെന്റ് ആയിരുന്നു. എന്നിട്ട് അത്തരം ഒരു ദിവസം പെട്ടെന്ന് എക്സാം നടക്കുന്നു, അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ഒഴിവാക്കുന്നു. ആ എക്സാം സെന്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്ത് നിന്ന് എക്സാമിന് വേണ്ടി നാട്ടിലേക്ക് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നാട്ടിലേക്ക് എക്സാം എഴുതാൻ വേണ്ടി വന്ന ദിവസമാണ്. എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചങ്ങോട്ട് പോയവരാണ്. അവരാണ് പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് പോകുന്ന ട്രെയിനിനകത്താണ് ഈ ഒരു സംഭവം അറിയണത്. ഇനി ഒരു എക്സാം നടക്കുമ്പോൾ വീണ്ടും അവർ തിരിച്ചു വരികയോ വാട്ടവർ കേസ് എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത് അതിനനുസരിച്ച് അവർ ചെയ്യണം. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ അത്രയും ടൈം വിദ്യാർത്ഥികളുടെ ടൈമിന് ഇവിടെ ഒരു വാല്യൂ ചെയ്യാത്ത രൂപത്തിലുള്ള സംഭവമാണ്. നമുക്ക് കറക്റ്റ് ആയിട്ടൊരു റീസൺ കാണാനില്ല. അതുപോലെ ഇതിൽ ഇൻവോൾവ് ആവുന്ന ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ, കുട്ടികളെന്നുള്ള അവരുടെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതും ഇപ്പൊ നമ്മുടെ എക്സാം സെന്റേഴ്സിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ എക്സാം സെന്റേഴ്സുകളൊക്കെ എടുക്കുന്ന റിസ്ക്, ഇറ്റ്സ് എ ഗ്രേറ്റ് റിസ്ക് എനിവേസ്. ഈവൻ അവിടെ വരുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അതിനു വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്ന മാനേജ്മെന്റ് ആണെങ്കിലും ആ എക്സാം സെന്ററിന്റെ മാനേജ്മെന്റ് ആണെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇഷ്യൂസ് ആണ്. ഈവൻ ഇപ്പോൾ സെന്ററുകളിലെ കോച്ചിങ് സെന്ററുകളുടെ അധ്യാപകരാണെങ്കിലും അവരുടെ ടൈം ആണെങ്കിലും അവരിതിനെ ഒരു ഓതറൈസ് ചെയ്തിട്ട് ഒരു ഷെഡ്യൂൾഡ് ടൈമായിട്ട് എനിവേ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ വലിയൊരു പക്ഷം ഹ്യൂമൻ റിസോഴ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും ഒറ്റ ക്യാൻസലേഷനിലൂടെ സംഭവിച്ചത്. അതിന് കൃത്യമായിട്ടൊരു റീസൺ കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ നമുക്കത് റിലേ ചെയ്യാം. കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടില്ല അത് വരുന്ന സമയത്ത് അല്ലേ? അതുപോലെ മീഡിയയിലും നമ്മൾ ഇത് റിലേറ്റഡ് ഒരു
ന്യൂസും കണ്ടിട്ടില്ല. അതായത് സംശയാസ്പദമായ ഒരു സാധനം അതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് പറയുമ്പോൾ നമുക്ക് അതിനകത്തുള്ള വേറെ സംഭവിച്ചാൽ ഇപ്പം ടെലഗ്രാം ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അത് അവിടെ ഒരു 5,000 നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്വസ്റ്റ്യൻ കിട്ടുന്നു, പോസ്റ്റിംഗ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 18ാം തീയതി എക്സാം 17-16 ദിവസങ്ങളിലായിട്ട് അതാണ് ലീക്കായി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് പക്ഷെ എത്രമാത്രം ജെന്യൂൻ ആണ് നമുക്ക് അറിയില്ല. ഈവൻ ഇപ്പോഴും അതിന്റെ പുറത്താണ് കേസ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമുക്കത് എത്രമാത്രം റിലയബിൾ ആണെന്ന് അറിയില്ല. എനിവേ അതുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു റൂമർ ഇൻ ബിറ്റ്വീൻ ഉണ്ട്. എന്നാൽ ആ റൂമറിന്റെ പുറത്ത് മാത്രം ഇങ്ങനെ ഒരു സംഭവം ക്യാൻസൽ ചെയ്യാന്നുള്ള ഒരു സംഭവം ഒരിക്കലും എന്തായാലും ഒരു അന്വേഷണം നിർബന്ധമാണ്. ഇപ്പൊ നീറ്റ് എക്സാം എനിക്ക് തോന്നുന്നു കോടതിയൊക്കെ ഇടപെട്ടിട്ട് അതെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ അതുപോലും നടന്നിട്ടില്ല. ഒറ്റയടിക്ക് 24 hour ആകുന്നതിന് മുമ്പ് തന്നെ അതെ അത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ നേരിട്ട് തന്നെ വിഷയത്തിൽ ഇടപെട്ടിട്ട് എന്തൊക്കെയോ ചെയ്തു. അറ്റ്ലീസ്റ്റ് ആ ബോർഡിനോടുള്ള ഒരു റിപ്പോർട്ട് തേടൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. ആക്ച്വലി പലതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഒരുപാട് സംശയങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറം ഇതിനായിട്ട് ഡിവോട്ട് ചെയ്ത് സമയം ചെലവഴിച്ച് ഉറക്കവെച്ച് പഠിച്ച കുട്ടികളുടെ സമയം, അവരുടെ ആ ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ എപ്പോഴും അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം. യെസ്, ഇപ്പോ ഒരു സ്റ്റുഡന്റ് പറഞ്ഞ് ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഇനി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി നിൽക്കാൻ പറ്റുന്ന അവസ്ഥ ഇല്ലല്ലേ, മീൻസ് പുറത്തെവിടെയും പോയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ, കാരണം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഹയർ എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കുന്ന വാല്യൂ ആണ് ശരിക്കും ഇപ്പൊ നമുക്കത് പ്രതിഫലിച്ച് കണ്ടത്. ഇവൻ നമ്മുടെ കുട്ടികളുടെ കരിയറിനെ കുറിച്ചുള്ള, അപ്പൊ അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ കിടക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോഴേ ഇനി ഒരു ചോദ്യം, ഇപ്പൊ നമ്മൾ OMR ഷീറ്റിലാണല്ലോ എക്സാം നടത്തിയത്. അതിന് മുമ്പ് ഇത് ഓൺലൈൻ ആയിരുന്നു, ഇനിയിപ്പോ അത് മാറ്റി നടത്താൻ പോവാണ്. അതിന്റെ എക്സിക്യൂഷൻ ഏത് ലെവലായിരിക്കും? OMR ആയിട്ട് തന്നെ മുന്നോട്ട് പോകണോ അതോ ഇനി? അതെ, അവിടെ ശരിക്കും നമുക്ക് എക്സാക്ട്ലി ഒരു ആൻസർ അതിനകത്ത് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എന്തായാലും ഇപ്രാവശ്യത്തെ എക്സാം OMR തന്നെ നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ. ഈ OMRലേക്ക് മാറിയത് ഇതുപോലൊരു പറയപ്പെട്ടവര് പറഞ്ഞ ഒരു റേസ് ചെയ്യാൻ പറ്റാത്ത, ഒരു റിവീൽ ചെയ്യാൻ പറ്റാത്ത റീസൺ പറയുന്നുണ്ടല്ലോ, അത്തരം സാധനം ഉയർന്നു വരുന്നതിന് കാരണമായിട്ടുണ്ടോ? അങ്ങനെ പറയാൻ എക്സാക്ട്ലി പറ്റത്തില്ല. കാരണം നമുക്കിപ്പോ സിവിൽ സർവീസ് എക്സാമിനേഷൻ എടുത്ത് നോക്കിയാൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇന്ത്യയിലുടനീളം നടക്കുന്നത്. PSC എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ പറയാം. PSC OMRനെയാണ് കുറെ കാലങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് റേസ് ചെയ്യുന്നില്ല, ഇവൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന എക്സാമാണ്. അത് ഈ പറഞ്ഞ OMRൽ തന്നെയാണ് ഇത്രയും കാലം നടക്കുന്നത്. ഈവൻ ഇപ്പൊ നെറ്റ് എക്സാം നടക്കുന്നത് 18ാം തീയതി, 16ാം തീയതി ഈ വർഷത്തെ പ്രിലിംസ് എക്സാം നടന്നതാണ് OMR ഷീറ്റിൽ. ഒരു പ്രശ്നവും നടന്നിട്ടില്ല. UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ്, അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായില്ല. സ്റ്റിൽ സംതിങ് ഫിഷി. അപ്പൊ ഈ വിഷയത്തിൽ നമുക്കത് അതാണ് കാരണം, OMR ആണ് കാരണം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ സ്റ്റിൽ OMR ആകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഓൺലൈൻ എക്സാം ആകുമ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ മാത്രം ഇത് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ബോഡിക്ക് ഒഫീഷ്യലി സോഫ്റ്റ്വെയർ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ OMR എക്സാം ആകുമ്പോൾ ഇപ്പൊ ഫ്രം ദ ഡൽഹി ആണെങ്കിൽ അത് കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ വരണം, സെന്ററിൽ എത്തണം. അപ്പൊ അതിന്റെ ടൈം ലാഗിങ് ഉണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഈവൻ ഇപ്പൊ എക്സാം നടക്കുന്ന ഫിസിക്കലി ആ സാധനം ഒരാളെ കയ്യിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്, ഹ്യൂമൻസ് കൈമാറുന്നുണ്ട്, മറ്റേത് സോഫ്റ്റ്വെയർ വെച്ചിട്ട് പോകും. ഇപ്പൊ നമുക്ക് വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ എക്സാം സെന്ററിനകത്ത് സംഭവിച്ചൊരു കാര്യം, ഇപ്പോ ടെസ്റ്റ് ട്രെയിൻ നമ്മൾ എക്സാമിലേക്ക് പോയി. ഈ എക്സാമിനകത്ത് നോർമലി OMR ഷീറ്റിൽ എക്സാം ആകുമ്പോൾ നമ്മുടെ കാർബൺ പേപ്പർ ഉണ്ടാവും. അതിലൊരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ജാമ്യ മില്ലയിൽ ഇതുപോലെ തന്നെ ജാമ്യ മില്ലിന്റെ എൻട്രൻസും ഇതുപോലെ OMR എക്സാം നടക്കുന്നത്. അവിടെ കാർബൺ പേപ്പർ ഉണ്ടാവും താഴെ. അപ്പൊ നമുക്കിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുന്നത് അറിയാൻ പറ്റുന്ന ഒരു പേപ്പർ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം. അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ആക്ച്വലി ഈ ഒരു എക്സാമിന് ഇല്ല. ഒന്ന്. രണ്ട്, ഇപ്പൊ നമ്മുടെ പേപ്പർ പൊട്ടിക്കുന്ന സമയത്ത് സൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇവൻ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്ത ആ ക്ലാസ് റൂമിൽ ആ സംഭവം നടന്നിട്ടില്ല. ഇല്ല, അതായത് സൈൻ ചെയ്തിട്ടല്ല പേപ്പർ ഈ ഒരു ഷീറ്റ് പൊട്ടിച്ചിട്ടുള്ളത്. നമ്മുടെ രണ്ട് സൈഡിൽ ഇരിക്കുന്നപ്പോ ഒരു 24 കുട്ടികളോ അല്ലെങ്കിൽ 30 കുട്ടികളോ ഒരു ക്ലാസ്സിലുണ്ടാവും. അപ്പൊ അതിൽ 2 കുട്ടികളെ കൊണ്ട് ബോത്ത് സൈഡ്സിലുള്ള 2 കുട്ടികളെ കൊണ്ട് അതിനകത്ത് പേര് എഴുതി ഒപ്പിട്ടിട്ടാണ് അവരുടെ കവർ പൊട്ടിക്കാറ് നോർമലി ഈ എക്സാമിന്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കവർ. ഇതിലത് അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പം അവിടെയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ അതിന്റെ വിശ്വാസ്യതയിൽ കുറച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഈവൻ NTA സംബന്ധിച്ചിടത്തോളം NTA പൊതുവെ നടത്തുന്ന എക്സാമുകളൊക്കെ ഓൺലൈൻ എക്സാമുകളാണ് കൂടുതലും. അതിൻ്റെതായിട്ടുള്ള ഒരു സംഭവം അവരുടെ എക്സിക്യൂഷനിലുള്ള എക്സ്പീരിയൻസ് ഇല്ലായ്മ ഇതിൽ പ്രതിഫലിച്ചോ? ഇനി നടക്കുന്ന എക്സാം ഇപ്പോ നമുക്ക് ഇനി OMRൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഓൺലൈൻ എക്സാം നടത്തണമെങ്കിൽ അതിന് ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം സെറ്റിൽ ചെയ്യാൻ സെന്റേഴ്സിന്റെ അവൈലബിലിറ്റി സെന്റേഴ്സിന്റെ അവൈലബിലിറ്റി പ്രശ്നമാണ്. കാരണം ഓൺലൈൻ എക്സാം നടത്തിയ സമയത്തൊക്കെ ഒരുപാട് ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം. ഇത് 1 ഡേ 2 ഷിഫ്റ്റിൽ മൊത്തം എല്ലാ സബ്ജക്റ്റിലും തീർക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ ഈ എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സാമിന്റെ നിലവാരം എന്നുള്ളതൊരു നല്ല ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു നെറ്റ് ഹോൾഡർ ആണ്,
ഇതുപോലെ കോച്ചിങ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പം ഏകദേശം ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിലുള്ള ഈ ക്വസ്റ്റ്യന്റെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് വിലയിരുത്താമല്ലോ അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളിപ്പോ വിലയിരുത്തുന്ന സമയത്ത് നമ്മുടെ പേപ്പർ മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻസിലുള്ള എല്ലാ പേപ്പറുകളും അവർ പറഞ്ഞ സംഭവിച്ചാല് നമ്മളൊരു ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ വരുന്നത്. നമ്മൾ നല്ലപോലെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് റിസ്ക്കിയാണ്. അപ്പം ഏതായാലും ക്യാൻസൽ ചെയ്തു. എക്സാം നടന്നു, നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അപ്പൊ ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കുട്ടികളുടെ മുന്നിലുണ്ട്. നെറ്റ് എഴുതി JRF വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്ന് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ മുന്നിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണത്. അപ്പൊ എന്താണ് ആ ഒരു വിഷയത്തിൽ നിങ്ങൾ പറയുന്നത്? എന്തായിരിക്കും ഇപ്പൊ നിലവിൽ കുട്ടികളൊക്കെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും തീവ്രമായിട്ട് തന്നെ ഇനിയും പഠിച്ച് തയ്യാറായിരിക്കുക. നമ്മുടെ മുമ്പിൽ ഇനി അധികം സമയമില്ല. നമ്മുടെ മുമ്പിൽ ഇനി എന്ന് എക്സാം വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈവൻ നീറ്റിന്റെ ഇഷ്യൂസ് ഓൾറെഡി NTA കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു എക്സാം അവർ നടത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നടത്താൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇനി ഈ ബോഡിയെ ഇവർ മാറ്റണം. അത് ഒറ്റയടിക്ക് നടപ്പാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ആൻഡ് ഈവൻ നമ്മുടെ എക്സാമിനേഷൻ ഇപ്പം നടത്തിയില്ലെങ്കിൽ ആ ഒരു നോർമൽ സൈക്കിളിനകത്തും പ്രശ്നങ്ങൾ വരും. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളോട് പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. നമ്മൾ അല്ലാത്ത തിങ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പ്രൊട്ടസ്റ്റുകൾ നടക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ ഭാഗവാക്കാവണം. അതിന്റെ പുറമെ നമ്മുടെ സ്റ്റഡീസിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ തന്നെ വിഷയങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ഇരുന്ന് പഠിക്കാം. കംപ്ലീറ്റ് സ്ട്രക്ചറുകൾ. ഇപ്പോൾ പേപ്പർ 1ന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഈവൻ ഇപ്പോൾ ഇങ്ങനെ നടന്ന എക്സാം ആണെങ്കിൽ പോലും എക്സാമിനകത്ത് ഒരു ആവറേജ് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ലെവലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഓൺ നിങ്ങൾ ഇനിയും കീപ്പ് ഓൺ ചെയ്തിട്ട് പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അല്ലാത്ത ഒരു സിറ്റുവേഷൻ, അതായത് നമ്മുടെ ഇതിന്റെ വിഷയത്തിൽ ഇനി വെറുതെ ന്യൂസ് മാത്രം കേട്ടിരുന്നുകൊണ്ട് പാനിക് ആവേണ്ട ഒരു ആവശ്യം ഈ വിഷയത്തിലില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇനിയിപ്പോ എന്തായാലും അടുത്തൊരു ടെസ്റ്റ് വരുന്നവരെ നിലവിൽ കൊടുത്തിരുന്നത് സപ്പോർട്ട് നമ്മൾ കൊടുക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും കൊടുക്കും. അവർ പ്രാക്ടീസിങ് കൊടുക്കും. ഇനി വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കും ജോയിൻ ചെയ്ത് അവർക്കും ഫൈനൽ റൗണ്ട് ലാപ്പ് നമുക്ക് ഇനിയും പ്രൊവൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും ആ വിഷയത്തിലൊക്കെ നമ്മൾ ഒരു കോംപ്രമൈസ് ഇല്ല. കുട്ടികൾ പഠിക്കുക, അവർ ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ളത് അവരുടെ അച്ചീവ്മെന്റ് ആണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പോൾ ഇതിനകത്ത് കുട്ടികൾ തീവ്രമായിട്ട് പഠിക്കുക. മറ്റു വിഷയങ്ങളിലൊന്നും ഇനി ഇടപെട്ട് വെറുതെ പാനിക് ആവുന്നതിന് പകരം മാക്സിമം പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കുട്ടികളുടെ ഈ വിഷയത്തിൽ. നന്നായിട്ട് ഇനി വരുന്ന ആ റീടെസ്റ്റിൽ എന്താ പെർഫോം ചെയ്യാനുള്ള ഫ്രൂട്ട്സും ടൂൾസും ഒക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിലവിൽ സംഭവിച്ചത് ഇപ്പൊ നിലവിൽ എഴുതിയവരും എഴുതാത്തവരും ഒക്കെ സമാന്മാരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എഴുതാത്ത പോലെ ഉണ്ടാവും എല്ലാവരും എന്നുള്ളതാണ്. എഴുതിയവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയി അത്ര ഒരു എക്സ്പീരിയൻസ് അടുത്തത് എഴുതാനും വേണ്ടി ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയി പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് വെയിറ്റ് ചെയ്യുക, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു. നിങ്ങളുടെ കൺസേൺസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? NTA മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ പെട്ടെന്ന് ഇതൊന്ന് ക്യാൻസൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് ഒക്കെ കമന്റ് ബോക്സിൽ ചോദിക്കാം, പറയാം.